അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമ ഫീൽ മില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമിൽ കില്ലാ. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം ഇപ്പോഴുള്ളത് ഈ മാസം തന്നെ മഴ വർഷിക്കുന്ന മാസത്താണ് ഇപ്പോൾ നാം ഉള്ളത്. ജൂണിലൊക്കെ നല്ല മഴയുള്ള സമയമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട, വീടുകളും മറ്റുമെല്ലാം ജനങ്ങളെല്ലാം എല്ലാ സ്ഥലങ്ങളും ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് സ്ഥലത്ത് വെള്ളങ്ങൾ കയറി പ്രയാസത്തിലാണ് ഉള്ളത്. ഞാനിപ്പോൾ അതിലേക്ക് അടുക്കല്ല. ഇപ്പോൾ ഞാൻ പറയുന്ന വിഷയം സ്ത്രീകളെ സംബന്ധിച്ചാണ്. സ്ത്രീകൾ, നാം ലോകത്തെ ഏറ്റവും വലിയ ചെറുക്ക് സ്ത്രീകളാണ് എന്നതിൽ തർക്കമില്ല. ഞാനതിലേക്കും കടക്കുകയല്ല. ഏറ്റവും അർഹതപ്പെട്ടത് ആരാണ്? മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ റളിയല്ലാഹു അൻഹു ഖുൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. എന്താ പറയുന്നറിയോ? അയ്യുന്നാസി അഅ്ളമു ഹഖ്ഖൻ അൽ മർഅതി, സ്ത്രീകൾ വെച്ച് ഏറ്റവും സ്ത്രീകൾക്ക് അർഹതപ്പെട്ട കാര്യം എന്താണ് നബിയെ? സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ ആരാണ്? ജനങ്ങൾ വെച്ച് ഏറ്റവും ഹഖ്ഖനൽ മർഅതി, സ്ത്രീകളിൽ ജനങ്ങൾക്ക് ഏറ്റവും അർഹപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചു. അപ്പം ആരാണ്? സ്ത്രീകൾ മനസ്സിലാക്കണം. സ്ത്രീകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. സ്ത്രീകളിൽ വെച്ച് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ ആരാണെന്ന് വെച്ചപ്പോൾ സ്ത്രീകൾക്ക് ആരാണ് ഏറ്റവും അർഹതപ്പെട്ട ആൾ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, കാല സൗജുഹ, അവളുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞു. അപ്പം ചില വീടുകളിൽ ഭർത്താക്കന്മാർ ശല്യം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ കാലഘട്ടം അത് പതിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ സ്ത്രീകൾ എന്നുള്ളത് പുരുഷൻ സ്ത്രീയും സ്ത്രീ പുരുഷനുമായ കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഭർത്താക്കന്മാർ ഭാര്യയോട് എന്ത് പറഞ്ഞാലും ഭാര്യ ഇങ്ങോട്ട് പറഞ്ഞേ കേൾക്കുന്ന വിഷയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭർത്താവ് എന്ത് പറഞ്ഞാലും കേൾക്കൂല. ഭർത്താവ് എന്ത് വിഷയം നല്ല കാര്യങ്ങൾ പറയുന്നു അതനുസരിക്കുന്നില്ല. അത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയാം. നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. അപ്പം സ്ത്രീകളാണ്, സ്ത്രീകളിൽ ഏറ്റവും അർഹതപ്പെട്ട സ്ത്രീകൾ ചോദിക്കുകയാണ് ആരാണ് ചോദിച്ചപ്പോൾ അവിടെ ഭർത്താവാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും അർഹതപ്പെട്ടത് ആരാണ്? അവിടെ ഭർത്താവിനോടാണ് കടപ്പാടുള്ളത്, ബാധ്യത ഉള്ളത് അവിടെ ഭർത്താവിനോടാണ്. എന്നാൽ പുരുഷന്മാർക്ക് ആരോടാണ്? റജുലി, എന്നാ പുരുഷന്മാർക്ക് ഏറ്റവും അർഹതപ്പെട്ട ആളാരാണ് ചോദിച്ചപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു കാല ഉമ്മുഹു. അപ്പോൾ പുരുഷന്മാർക്ക് അവരുടേതായ ഏറ്റവും അർഹപ്പെട്ടത് അവിടെ ഉമ്മയോടാണ്. ആ ഉമ്മാൻ്റെ പൊരുത്തക്കേട് വാങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഏറ്റവും അർഹപ്പെട്ടത് ഭാര്യ ഉണ്ട്, എല്ലാം ഉണ്ട്. ആയെങ്കിലും അവിടെ ഉമ്മയെ ശല്യം ചെയ്തുകൊണ്ട്, ഉമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ഭാര്യയോട് മാത്രം സ്നേഹവും ഭാര്യയോട് മാത്രം കടപ്പാട് കൊടുത്ത് ഉമ്മയെ അങ്ങോട്ടേക്ക് നീക്കുന്ന കാലം വന്നു പോകാൻ പാടില്ല. നമുക്ക് ഉമ്മയോടാണ് ഏറ്റവും അർഹപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ആഴമായിട്ടുള്ളത് ആയിഷ അല്ലാഹുവിനോട് പഠിപ്പിക്കാണ് ഉമ്മയാണ്. പുരുഷന്മാരോട് പറയുന്നത് ഉമ്മയാണ്. സ്ത്രീകൾക്കോ അവിടെ ഭർത്താവിനോടാണ് ഏറ്റവും അർഹപ്പെട്ട ബന്ധപ്പെട്ടത്. ഈ രണ്ട് വിഷയം നാം പഠിച്ചിരിക്കണം. സ്ത്രീകളോട് ഞാൻ പറയുന്നു, ഭർത്താക്കന്മാരെ ശല്യം ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ കൂടുതൽ പറയുന്നില്ല. പറഞ്ഞാൽ അത് പറഞ്ഞ് നീണ്ടുപോകും. 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് പറയുന്നു. സ്ത്രീകളെ ഭർത്താക്കന്മാർ ശല്യം ചെയ്തുകൊണ്ട് അവരെ നിങ്ങൾ ഒന്നിനും വേണ്ടി ചെയ്യാതെ പോയാൽ ഇവിടെ നിന്ന് വിജയിച്ചാൽ ആഖിറത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്ന് സ്ത്രീകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ പറയും ഭർത്താവ് അങ്ങനത്തെ ഭർത്താവല്ലേ ഇങ്ങനത്തെ ഭർത്താവല്ലേ, അതൊക്കെ സ്ത്രീകളെ കയ്യിലാണുള്ളത്. ഭാര്യമാർ ഭർത്താവിനെ ശരിയാക്കാൻ കഴിയാത്ത ഏത് ഭാര്യമാരുള്ളത്? കഴിയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഉമ്മയെ ചീത്ത പറഞ്ഞ് ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മയെ മാറ്റി നിർത്തുന്ന ഒരുപാട് വീടുകൾ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉമ്മയും ബാപ്പയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നാം ആരും നോക്കരുത്. അത് മുന്നോട്ട് പോവുകയില്ല, പിന്നോട്ടൊക്കെ വരികയുള്ളൂ. അവിടെ കാൽപാദമാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തം സമ്പാദിക്കുന്ന മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ല ഭാര്യമാർ, നമ്മുടെ ഭാര്യമാരൊക്കെ അള്ളാഹു നല്ല ഭാര്യമാരാക്കി തരട്ടെ, സാലിഹ്യങ്ങളാക്കി തരട്ടെ. നമ്മുടെയൊക്കെ ഭാര്യമാർ നല്ല ഭാര്യമാരാണ്, ഒരു പ്രശ്നവുമില്ല. ചില വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കാരണം. അതുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാർ അനുസരിക്കണം. അതായത് കള്ളു കുടിക്കാൻ വേണ്ടി ഇപ്പോൾ ഭർത്താവ് പറഞ്ഞാലോ അതനുസരിക്കേണ്ട, ചീട്ട് കളിക്കാൻ പറഞ്ഞാൽ അനുസരിക്കേണ്ട. അങ്ങനെ തെറ്റായ കാര്യത്തിന് വേണ്ടിയല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ലതിന് വേണ്ടി നല്ല
നല്ല വിഷയങ്ങൾ എന്ത് ഭർത്താവ് പറഞ്ഞോ അത് അംഗീകരിക്കുകയും തന്നെ വേണം ഭാര്യമാർ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിലെടുക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആയിരിക്കണം. ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.